നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ ഇന്ധന വിലകൾ ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ മാത്രം പ്രശ്നമല്ല, ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഈ ഒരു അവസ്ഥ അഭിമുഖീകരിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം, ഗസയിലെ ആക്രമണങ്ങൾ, ഇറാന്റെ ഇടപെടലുകൾ, അമേരിക്കയുടെ രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള നീക്കങ്ങൾ, ഇതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. നമ്മൾ ടി വി ചാനൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കാണുന്നത്, ഏതാണ്ട് എല്ലാ ചാനലുകളും കാണുന്നത് ഒരേ ദൃശ്യങ്ങൾ തന്നെയാണ്. തകർന്ന വീടുകൾ, സ്ഫോടനത്തിന്റെ പുകയുയരുന്ന നഗരങ്ങൾ, ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന ഭയം, ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു കാര്യം ഇതിഹാസ കഥകൾ, ഇതിഹാസം മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധ രംഗങ്ങളാണ്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം ഒരു ദിവസം രാവിലെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല. അത് വർഷങ്ങളായി വളർന്ന അനീതിയുടെ, അവഗണനയുടെ, അധികാര ലോപത്തിന്റെ അവസാന ഫലമായിരുന്നു. പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു, അവരെ വനവാസത്തിനയച്ചു, അവരുടെ ധർമ്മപത്നിയെ സഭയിൽ അപമാനിച്ചു. ഇതെല്ലാം നേരിട്ടിട്ടും അവർ ആയുധമെടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അവർ സമാധാനത്തിന്റെ ഒരു അവസാന വഴി പരീക്ഷിക്കേണ്ടേ. അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിത്രത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു യോദ്ധാവായല്ല, ഒരു രാജാവായുമല്ല, പാണ്ഡവരുടെ ദൂതനായി. പാണ്ഡവരുടെ ആവശ്യം വളരെ ലളിതമായിരുന്നു. 5 ഗ്രാമങ്ങൾ മാത്രം മതിയാകുമായിരുന്നു അവർക്ക്. ഒരു സാമ്രാജ്യം വേണ്ട, ഒരു സിംഹാസനം വേണ്ട, ഒരു യുദ്ധവും വേണ്ട. ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു, ഈ യുദ്ധം സംഭവിച്ചാൽ ജയിക്കുന്നവർക്കും തോൽക്കുന്നവർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കൂ എന്നുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഹസ്തിനപുരിയിലേക്ക് ദൂതനായി പോകാൻ തയ്യാറായത് തന്നെ. കൃഷ്ണൻ കൗരവസഭയിൽ സംസാരിച്ചത് അത്രയും നീതിയുടെ ഭാഷയിലായിരുന്നു. അദ്ദേഹം ദുര്യോധനോട് പറഞ്ഞു, ഈ യുദ്ധം സംഭവിച്ചാൽ കുരുവംശം നശിക്കും, ഈ ഭൂമി ചോര കുടിക്കും, വിജയം ഒരാളുടെ പക്ഷത്തും നിൽക്കില്ല. ഇതൊന്നും ബുദ്ധിഹീനായ ദുര്യോധനൻ ചെവിക്കൊണ്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നത് ദൗർബല്യമായിരുന്നു, പിന്മാറ്റം അപമാനകരവും. ദുര്യോധനൻ അവസാനമായി പറഞ്ഞ വാക്ക് അത് ചരിത്രത്തിൽ ഇടം നേടി. സൂചി കുത്താനുള്ള ഇടം പോലും പാണ്ഡവർക്ക് നൽകില്ല എന്ന്. അത് പറഞ്ഞതോടുകൂടി സമാധാനം മരിച്ചു. ഭഗവാൻ കൃഷ്ണൻ പരാജയപ്പെട്ട ദൂതനായി. ദുര്യോധനൻ ഒരുക്കിയ സൽക്കാരങ്ങളൊന്നും സ്വീകരിക്കാതെ അദ്ദേഹം ഹസ്തിനപുരി വിട്ടിറങ്ങി. ഇന്നത്തെ പശ്ചിമേഷ്യയിലേക്ക് നോക്കൂ. ഇസ്രായേൽ സുരക്ഷയുടെ പേരിൽ ആയുധബലം വർദ്ധിപ്പിക്കുന്നു. ഗസ ഒരു തുറന്ന ജയിൽ പോലെ അടച്ചുപൂട്ടപ്പെടുന്നു. ഹമാസ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിന്റെ എല്ലാം നടുവിൽ സാധാരണ ജനങ്ങൾ, പലസ്തീനിലെ കുഞ്ഞുങ്ങളും ഇസ്രായേലിലെ കുടുംബങ്ങളും എല്ലാം ബലിയാടാക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ലോകം സമാധാനത്തിനായി ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസ്സാക്കുന്നു. ജോ ബൈഡൻ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു. ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷയ്ക്കാണ് മുൻഗണന എന്ന് പറയുന്നു. ഇറാൻ പ്രദേശത്ത് തങ്ങളുടെ താല്പര്യങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ സംവാദങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. വെടിനിർത്തൽ കരാറുകളെല്ലാം തകർന്നുകൊണ്ടേയിരിക്കുന്നു. പരസ്പര വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഹസ്തിനപുരം തന്നെയാണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ പാണ്ഡവർ ജയിച്ചു. ധർമ്മരാജാവ് സ്വയം ചോദിച്ചു, ഇത് യഥാർത്ഥത്തിൽ ജയം തന്നെയാണ്? അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് ഒരുപാട് മരിച്ചു കിടക്കുന്ന സ്വന്തം ബന്ധുക്കൾ മാത്രം. പിന്നെ എങ്ങനെ ഇത് ജയമാകും? നശിച്ചൊരു തലമുറയുടെ കബന്ധങ്ങൾ തന്നെ. ഇതേ ചോദ്യം തന്നെയാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു രാജ്യവും പൂർണ്ണമായിട്ടുള്ള വിജയം നേടുന്നില്ല. നഗരങ്ങൾ തകരുന്നു, സമ്പദ് വ്യവസ്ഥ അമ്പേ തകർന്നു തരിപ്പണമാകുന്നു, കുഞ്ഞുങ്ങൾ ഭീതിയിൽ വളരുന്നു. ഇതെല്ലാം എങ്ങനെ ശരിക്കും ജയമാകും? മഹാഭാരതം യുദ്ധത്തെ പുകഴ്ത്തുന്ന ഒരു കഥയല്ല, അത് യുദ്ധത്തെ ഒഴിവാക്കാമായിരുന്നു എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന സന്ദർഭമാണ്. ഇന്ന് അത് തന്നെയാണ്, ആ സമാധാനം തന്നെയാണ് ലോകവും പറയുന്നത്. പക്ഷെ തീരുമാനമെടുക്കുന്നതാകട്ടെ അഹങ്കാരമാണ്. കുരുക്ഷേത്രം കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലമല്ല, അത് മനുഷ്യ മനസ്സിലെ ഒരു യുദ്ധാവസ്ഥയാണ്. സംവാദം പരാജയപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു നാശമാണ്. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ്, ഒരു പുതിയ കുരുക്ഷേത്രം. അന്ന് കൃഷ്ണൻ പറഞ്ഞത് കേൾക്കാതെ പോയി, ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. ചോദ്യം ഇതാണ്, ഇന്ന് മനുഷ്യൻ ഇത് കേൾക്കുമോ? അതോ പുതിയൊരു മഹാഭാരതം വീണ്ടും ആവർത്തിക്കുമോ?
മഹാഭാരതം പഴയ കാലത്തെ ഒരു കഥയല്ല, അത് ഇന്നത്തെ ലോകത്തിന്റെ കണ്ണാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ മഹാഭാരത ഇതിഹാസ സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നോക്കിക്കാണലാണ് ഈ വീഡിയോയിലൂടെ ഞാനിവിടെ നടത്തിയത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പരിഗണിക്കുക. വരുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.